BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ ബദാം ഫെസ്റ്റിവൽ ആരംഭിച്ചു. മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ മന്ത്രാലയത്തിലെ ആനിമൽ വെൽത്ത് റിസോഴ്സ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അഹമ്മദ് ഹസൻ ഇന്നലെ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. 7-ാം തീയതി വരെ ബുദയ്യ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഫാമേഴ്സ് മാർക്കറ്റിലാണ് പരിപാടി. പ്രാദേശിക കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള അവസരം നൽകുന്നതിലൂടെയും സന്ദർശകർക്ക് ഉഷ്ണമേഖലാ ബദാമിനങ്ങൾ, കൃഷിരീതികൾ, അനുബന്ധ നിർമ്മാണ വ്യവസായങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവസരം നൽകുകയും ചെയ്യുക എന്നതാണ് ഫെസ്റ്റിവൽ ലക്ഷ്യമിടുന്നത്. ബദാം തൈകളുടെയും പഴവർഗ്ഗങ്ങളുടെയും പ്രദർശനം, കുട്ടികൾക്കുള്ള വിനോദ പരിപാടികൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ബഹ്റൈൻ എയർപോർട്ടിന് ഒരു പൊൻതൂവൽ കൂടി. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് റോസ് PA ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അവാർഡ് ലഭിച്ചു. അപകടങ്ങൾ തടയുന്നതിനുള്ള റോയൽ സൊസൈറ്റിയാണ് റോസ് PA. ഇത് സുരക്ഷാ നടപടികളിലെ മികവിനും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും കാണിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ വോയിസ് ഓഫ് ആലപ്പി ബഹ്റൈൻ ആദരിച്ചു. ഈ വർഷം SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വോയിസ് ഓഫ് ആലപ്പി അംഗങ്ങളുടെ മക്കളെയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. അരവിന്ദ് അനിൽ, അഖിന S, അനുഗ്രഹ അനീഷ് എന്നിവർ SLCക്കും, മാധവ് ജയകുമാർ, ലയ സുഗു, ജീവൻ ബിജു എന്നിവർ +2വിലെയും അവാർഡുകൾക്ക് അർഹരായി. നേട്ടം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബഹ്റൈനിലുള്ള കുട്ടികളും നാട്ടിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളും അവാർഡുകൾ ഏറ്റുവാങ്ങി. കലവറ റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരന്ത നിവാരണ ഗ്രൂപ്പിലെ അംഗവും ബഹ്റൈനിലെ ജീവകാരുണ്യ പ്രവർത്തകനും വോയിസ് ഓഫ് ആലപ്പി അംഗവുമായ ഡോക്ടർ അനൂപ് അബ്ദുള്ള മുഖ്യാതിഥിയായി. വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരികളായ ഡോക്ടർ PV ചെറിയാൻ, അനിൽ UK, പ്രോഗ്രാം കോർഡിനേറ്റർ ലിജോ കുര്യാക്കോസ് എന്നിവർ ആശംസകൾ നേർന്നു. വോയിസ് ഓഫ് ആലപ്പി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഏരിയ ഭാരവാഹികൾ, ലേഡീസ് വിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ ട്രഷറർ ഗിരീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. ലോകം മഹാത്മാഗാന്ധിജിയിലൂടെ അറിഞ്ഞ ഇന്ത്യ ഗാന്ധിയെ മറന്നുപോയോ എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം സംവാദം സംഘടിപ്പിച്ചു. വരും തലമുറയിലേക്ക് ഗാന്ധി എന്ന മനോഭാവം വളർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായ സംവാദത്തിൽ ഏർപ്പെട്ടവർ അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകൻ EV രാജീവൻ മോഡറേറ്ററായ പരിപാടിയിൽ KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ, സോഷ്യൽ ആക്ടിവിസ്റ്റ് രജിത സുനിൽ, ജമാൽ ഇരിങ്ങൽ, ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ അജിത് കുമാർ സംസ്കൃതി, ഷിബിൻ തോമസ്, IYCC SV ബഷീർ, നവകേരള, കൊല്ലം പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ കൊല്ലം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓഡിയൻസിൽ നിന്നും മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം അംഗം അജയ കൃഷ്ണൻ, MGCF മുൻ പ്രസിഡന്റ് എബി തോമസ്, റിധി രാജീവൻ തുടങ്ങിയവരും സംബന്ധിച്ചു. സംവാദ പരിപാടിയിൽ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ, ജനറൽ സെക്രട്ടറി ദീപ ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് UK അനിൽ, എക്സിക്യൂട്ടീവ് അംഗം ബബിന സുനിൽ, ബഹ്റൈനിലെ വിവിധ സംഘടനകളുടെ സാംസ്കാരിക പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു. ദിനേശ് ചോമ്പോല, ധന്യ മനോജ് എന്നിവർ ചേർന്ന് ആലപിച്ച വൈഷ്ണവ ജനതോ, രഘുപതി രാഘവ രാജാറാം എന്നീ ഭജൻസും ഉണ്ടായിരുന്നു. അഗ്നിക്കിരയായ ജീവിതമാർഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര തിരിച്ച സഹോദരന് SKSSFന്റെ സ്നേഹസ്പർശം. അദ്ദേഹത്തിനുള്ള SKSSF ബഹ്റൈന്റെ സ്നേഹസമാനമായ ഗൾഫ് കിറ്റ് കോർഡിനേഷൻ കമ്മിറ്റി കോർഡിനേറ്റർ സലാമിന് SKSSF വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് കൈമാറി. സമസ്ത ബഹ്റൈൻ കോർഡിനേറ്റർ അഷ്റഫ് അൻവരി, വിഖായ ക്യാപ്റ്റർ ഷബീർ, പ്രവർത്തക സമിതി അംഗം ജസീർ വാരം, SKSSF ബഹ്റൈൻ ജനറൽ സെക്രട്ടറിയും കോർഡിനേഷൻ കമ്മിറ്റിയുടെ കോർഡിനേറ്ററുമായ നവാസ് കുണ്ടറ എന്നിവർ സന്നിഹിതരായിരുന്നു. സൽമാനിയ കാനു ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിലെ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കെടുത്ത ചടങ്ങിൽ നാട്ടിൽ നിന്നും സൊസൈറ്റിയിലെ ചടങ്ങുകൾക്ക് എത്തിച്ചേർന്ന ശിവഗിരി മഠം സന്യാസി ശ്രേഷ്ഠൻ ശ്രീമദ് ശിവനാരായണ തീർത്ഥ കുട്ടികൾക്ക് ഉപഹാരം നൽകുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു. പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവും ബഹ്റൈൻ ശ്രീനാരായണീയ സമൂഹം രക്ഷാധികാരിയുമായ KG ബാബുരാജൻ ചടങ്ങുകൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി അംഗവും ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി കുടുംബാംഗവുമായ മിഥുൻ മോഹൻ ആശംസകൾ അറിയിച്ചു. ചെയർമാൻ സനീഷ് കുറുമുള്ളിൽ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതവും വൈസ് ചെയർമാൻ സതീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠനത്തിന് ആവശ്യമായ വിദ്യാഭ്യാസ സഹായം നൽകുമെന്നും കൂടാതെ ബഹ്റൈൻ ഗവൺമെന്റുമായി സഹകരിച്ച് കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
IYCC ബഹ്റൈൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കബീർ മുഹമ്മദ് അനുസ്മരണം സംഘടിപ്പിച്ചു. ജീവകാരുണ്യം, സാമൂഹിക സേവന രംഗത്ത് സജീവമായി ഇടപെട്ടിരുന്ന അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹമദ് ടൗൺ KMCC ഹാളിൽ വെച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. IYCC ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് വിജയൻ TPയുടെ അധ്യക്ഷതയിൽ IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. IYCC ഹമദ് ടൗൺ ഏരിയ സെക്രട്ടറി ഹരിശങ്കർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ UK അനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. IYCC ബഹ്റൈൻ ദേശീയ സെക്രട്ടറി രഞ്ജിത്ത് മാഹിർ, ട്രഷറർ ബെൻസി ഗനിയൂഡ്, ദേശീയ കോർ കമ്മിറ്റി അംഗങ്ങൾ, മുൻ പ്രസിഡന്റ് ജിതിൻ പരിയാരം, കബീർ മുഹമ്മദിന്റെ ഭാര്യ സഹോദരൻ അൻസാരി, ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വിവിധ ഏരിയ ഭാരവാഹികൾ, മുൻ എക്സിക്യൂട്ടീവ് അംഗം അനീഷ് ഭോപ്പാൽ എന്നിവർ കബീർ മുഹമ്മദിനെ അനുസ്മരിച്ചു സംസാരിച്ചു. പരിപാടിയിൽ IYCC ഏരിയ ജോയിന്റ് സെക്രട്ടറി ജയരാജ് നന്ദി പറഞ്ഞു. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റൈൻ ഗവൺമെന്റുമായി സഹകരിച്ച് നടത്തുന്ന ജീവകാരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം സീഫിലെ റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ കീഴിലുള്ള റോയൽ ചാരിറ്റി സെന്ററിൽ 5 വീൽചെയറുകൾ കൂടി സൗജന്യമായി നൽകി. സെന്ററിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ യൂസഫ് അബ്ദുള്ള യൂസഫ് അൽ യാക്കൂബ് സൊസൈറ്റി ഭാരവാഹികളിൽ നിന്നും വീൽചെയറുകൾ ഏറ്റുവാങ്ങി. സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ, ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ, മറ്റ് ഡയറക്ടർ, ബോർഡ് അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിൽ പനി തുടരുന്നു. പനിബാധിതരുടെ എണ്ണത്തിൽ വർധനവാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 10,000-ലധികം രോഗികളാണ്. ഏറ്റവും അധികം പനിബാധിതർ മലപ്പുറം ജില്ലയിലാണ്. 5 ദിവസത്തിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് വെബ്സൈറ്റിൽ രോഗികളുടെ കണക്ക് പ്രസിദ്ധീകരിച്ചത്. പാലക്കാട്, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലും പനിബാധിതരുടെ എണ്ണം 1000-ന് മുകളിലാണ്. വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം കൂടുമെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. 3 മരണവും പനി ബാധിച്ച ഇന്നലെ ഉണ്ടായി. സാധാരണ പനിക്കൊപ്പം ഡെങ്കിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട്. കേരളത്തിലെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. 5 വയസ്സുള്ള കുഞ്ഞിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വിജയകരമായി പൂർത്തിയായത്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് വിവരം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്. 25-കാരിയായ കുഞ്ഞിന്റെ അമ്മയാണ് കരൾ നൽകിയത്. സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണിതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. സർജിക്കൽ ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ RS സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. അതിസങ്കീർണമായ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ഡോക്ടർ സിന്ധുവിനെയും ടീം അംഗങ്ങളെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പലെത്താൻ ഇനി 5 ദിവസം മാത്രം. വിഴിഞ്ഞത്ത് ആദ്യം എത്തുന്നത് 2000 കണ്ടെയ്നറുകളുമായി പടുകൂറ്റൻ കപ്പൽ. ലോകത്തെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തുക. കപ്പലിൽ 2000-ലേറെ കണ്ടെയ്നറുകൾ ഉണ്ടാകും. ചൈനയിലെ ഷിയാൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. മുഴുവൻ ചരക്കും വിഴിഞ്ഞത്തെത്തിക്കും. വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ 8 ഷിപ്പ് ടു ഷോർ ക്രെയിനും 23 യാർഡ് ക്രെയിനുകളും ചരക്കിറക്കും. മദ്രാസ് AIT വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്ററാകും വിഴിഞ്ഞത്ത് നിയന്ത്രിക്കുക. എയർ ട്രാഫിക് കൺട്രോൾ മാതൃകയിലാണ് വിഴിഞ്ഞത്തെ ഓട്ടോമാറ്റിക് നാവിഗേഷൻ സെന്റർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കാസർഗോഡ് പള്ളിക്കരയിലാണ് അപകടം. പ്രതിപക്ഷ നേതാവ് സഞ്ചരിച്ച വാഹനം മുന്നിലുള്ള പോലീസ് എസ്കോർട്ട് ജീപ്പിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിലെ മുൻവശം പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. വൈകിട്ട് 5:30-നാണ് അപകടം സംഭവിച്ചത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടതായിരുന്നു പ്രതിപക്ഷ നേതാവ്. മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം യാത്ര തുടർന്നു. വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനാൽ കണക്ഷൻ വിച്ഛേദിച്ചതിന്റെ പേരിൽ KCB ഓഫീസിൽ കയറി അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം സെക്രട്ടറി UC അജ്മലിനെയാണ് തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം വീട്ടിലെ കണക്ഷൻ വീണ്ടും വിച്ഛേദിച്ചു. അജ്മലിന്റെ പിതാവായ തിരുവമ്പാടി ഉള്ളാട്ടിൽ വീട്ടിൽ റസാഖിന്റെ പേരിലുള്ള കൺസ്യൂമർ നമ്പർ 15381 ആയിട്ടുള്ള കണക്ഷനാണിത്. KCB ഓഫീസിലെ വസ്തുവകൾ നശിപ്പിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തതിനാൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ DMDയുടെ CMD നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് നൽകിയ നോട്ടീസിൽ പരാമർശിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. നാളെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും
തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് വരെ കർണാടക തീരത്തിന്റെ വടക്കുഭാഗങ്ങൾ, കേരള തീരം, ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.